ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് കേട്ടോ. സ്ക്രീനിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അപ്പിയറൻസ്. അത് റെഡിയാക്കാൻ നമ്മൾ വന്നത് എലൈറ്റ് ഡെന്റൽ സ്റ്റുഡിയോയിലാണ്. ചെന്ന ഉടൻ തന്നെ ഫസ്റ്റ് പ്രൊസീജിയർ ആയിട്ടുള്ള ഫോം ഫില്ലപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. ഫോൺ നമ്പർ, അഡ്രസ് കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി കൊടുക്കണം. അമൃത എത്ര എഴുതിയിട്ടും അഡ്രസ് ഒന്നും തീരുന്നില്ല. വെയിറ്റിംഗ് ടൈമിൽ ആരുടെയൊക്കെ ഐപാഡിൽ ഗെയിമും കളിച്ചിട്ടിരിക്കുകയാണ് അമൃത. അധികം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയത്. ഞങ്ങൾ വന്നത് വിദു ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ പല്ലിന്റെ പ്രോബ്ലം ഒക്കെ എല്ലാം ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും ഡോക്ടറാണ് ഞങ്ങൾക്ക് ഇൻവിസാലൈൻ സജസ്റ്റ് ചെയ്തത്. ആദ്യം നമ്മൾ പല്ലിൽ കമ്പിയിടാനാണ് വിചാരിച്ചത്, പക്ഷേ ഷൂട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് അത് പോസിബിൾ അല്ല. അതിനുശേഷം നമുക്ക് ഡോക്ടറിന്റെ ഓരോ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തന്നു. നമ്മുടെ പല്ല് കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്തതിനു ശേഷം അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ 3D വീഡിയോ നമുക്ക് തന്നെ കാണിച്ചു തന്നു. ദേ ഇരിക്കുന്ന ഫുൾ ഇൻവിസാലൈൻ ആണ് കേട്ടോ. ഞങ്ങൾ റീസെന്റ് ഷൂട്ട് ചെയ്ത ഒരുപാട് വീഡിയോസ് ഇൻവിസാലൈൻസ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും അത് നോട്ടീസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആണ് ഇൻവിസാലൈൻസ്. ഇത് നമ്മുടെ പല്ലിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് റിമൂവ് ചെയ്യേണ്ടതെന്ന് വിത്ത് ഡോക്ടർ തന്നെ നമുക്കത് പറഞ്ഞു തരും കേട്ടോ. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ഒക്കെ ഉണ്ടാവും, പക്ഷെ പിന്നെ അത് ശീലമായിക്കോളും. നമ്മുടെ പല്ലിന്റെ ഷേപ്പിനനുസരിച്ച് ട്രേസിന്റെ എണ്ണം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. വെക്കുന്ന ആദ്യത്തെ 2 ദിവസം കുറച്ച് പെയിൻ ഉണ്ടാവും, പിന്നെ അത് മാറിക്കോളും. പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ, എത്ര ദിവസത്തേക്ക് വെക്കണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. സോ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻവിസാലൈൻ വലിയൊരു പങ്ക് തന്നെ ഉണ്ട് കേട്ടോ. സോ താങ്ക്സ് ടു ഇൻവിസാലൈൻ ആൻഡ് എലൈറ്റ് ഡെന്റൽ സ്റ്റുഡിയോ.